ഉൽപ്പത്തി 4-ാം അധ്യായം. മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവിൻ്റെ സഹായത്താൽ ഞാനൊരു ആൺകുഞ്ഞിനെ നേടിയിരിക്കുന്നു. തുടർന്ന് അവൾ അവൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആടുകളെ മേയിക്കുന്നവനും കായേൻ മണ്ണിൽ അധ്വാനിക്കുന്നവനുമായിരുന്നു. യഥാകാലം കായേൻ ഭൂമിയിൽ നിന്നുള്ള വിളവിൻ്റെ ഒരു ഭാഗം കർത്താവിന് കാണിക്കയായി കൊണ്ടുവന്നു. ആബേലും തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ചില കടിഞ്ഞൂലുകളെയും അവയുടെ കൊഴുപ്പിൻ്റെ ഒരു ഭാഗവും കൊണ്ടുവന്നു. ആബേലിലും അവൻ്റെ കാണിക്കയിലും കർത്താവ് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാണിക്കയിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അതിനാൽ കായേൻ അത്യധികം കുപിതനായി. അവൻ്റെ മുഖം താണു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നതെന്തുകൊണ്ട്? നിന്റെ മുഖം താണിരിക്കുന്നതെന്തുകൊണ്ട്? അത് ഉയർത്താൻ തക്കവിധം നീ നന്നായി വർത്തിച്ചിരുന്നെങ്കിൽ, നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ വാതിൽക്കൽ തന്നെ പാപം പതിയിരിക്കുന്നു. അതിൻ്റെ അഭിലാഷം നിന്നിലാണ്, പക്ഷേ നീ അതിനെ കീഴടക്കേണ്ടിയിരിക്കുന്നു. കായേൻ തൻ്റെ സഹോദരനായ ആബേലിനോട് കയർത്തു. അനന്തരം അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനെതിരെ ചെന്ന് അവനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ. ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? എന്നാൽ അവിടുന്ന് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എൻ്റെ നേർക്ക് മുറവിളി കൂട്ടുന്നതിൻ്റെ സ്വരം. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം സ്വീകരിക്കാൻ വായ് പിളർന്ന നിലത്താൽ ഇപ്പോൾ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നീ നിലം കൃഷി ചെയ്യുമ്പോൾ ഇനി മുതൽ അത് അതിൻ്റെ വിള നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും. കായേൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് എൻ്റെ ശിക്ഷ. ഇന്ന് ഇതാ അവിടുന്ന് എന്നെ ഈ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ സ്വയം ഒളിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ അസ്ഥിരനും അലയുന്നവനുമായിരിക്കും. എന്നെ കണ്ടുമുട്ടുന്ന ആരും എന്നെ കൊല്ലും. കർത്താവ് അവനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കായേനെ കൊല്ലുന്ന ആരുടെ മേലും 7 ഇരട്ടിയായി പ്രതികാരം ചെയ്യപ്പെടും. അവനെ കണ്ടുമുട്ടുന്നവരാരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് കർത്താവ് കായേൻ്റെ മേൽ ഒരടയാളം പതിച്ചു. കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏദന് കിഴക്ക് നോദു ദേശത്ത് വാസമുറപ്പിച്ചു. കായേൻ തൻ്റെ ഭാര്യയെ അറിഞ്ഞു. അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിയുന്നുണ്ടായിരുന്നു. തൻ്റെ പുത്രൻ്റെ പേരനുസരിച്ച് ആ പട്ടണത്തിന് അവൻ ഹെനോക്ക് എന്ന് പേരിട്ടു. ഹെനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹുയായേലിനെ ജനിപ്പിച്ചു. മെഹുയായേൽ മെഥുശായേലിനെ ജനിപ്പിച്ചു. മെഥുശായേൽ ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്ക് 2 സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിച്ചു. ഒന്നാമത്തവളുടെ പേര് ആദാ, രണ്ടാമത്തവളുടെ പേര് സില്ല. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ ആടുമാടുകളോടൊപ്പം കൂടാരത്തിൽ വസിക്കുന്നവരുടെ പിതാവായിരുന്നു. അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ. കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പൂർവ്വപിതാവായിരുന്നു അവൻ. സില്ലായും പ്രസവിച്ചു തുബൽക്കയിനെ. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും എല്ലാത്തരം ഉപകരണങ്ങളും നിർമ്മിക്കുന്നവനായിരുന്നു. തൂബൽക്കയിൻ്റെ സഹോദരി നാമ ആയിരുന്നു. ലാമക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദാ, സില്ല, എൻ്റെ സ്വരം കേൾക്കുവിൻ. ലാമക്കിൻ്റെ ഭാര്യമാരെ, എൻ്റെ ഈ വാക്കിന് ചെവി തരുവിൻ.
എന്നെ മുറിവേൽപ്പിച്ചതിന് ഒരുവനെ ഞാൻ കൊന്നു, എന്നെ അടിച്ചതിന് ഒരു കുട്ടിയെയും. എന്തെന്നാൽ കായേൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റേത് 77 ഇരട്ടിയായിരിക്കും. ആദം വീണ്ടും തൻ്റെ ഭാര്യയെ അറിഞ്ഞു. അവൾ ഒരു പുത്രന് ജന്മം നൽകി. കായേൻ ആബേലിനെ വധിച്ചിരുന്നതുകൊണ്ട് അവനു പകരം ദൈവം എനിക്ക് മറ്റൊരു സന്താനത്തെ നൽകി എന്ന അർത്ഥത്തിൽ അവൾ അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. അയാൾ അവന് എനോഷ് എന്ന് പേരിട്ടു. അക്കാലത്താണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങിയത്.